നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ മലക്കം മറിഞ്ഞ PV അൻവർ. മത്സരിക്കുന്ന കാര്യം ആലോചനയിലെന്ന് അൻവർ. പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ലെന്ന് അൻവർ. VD സതീശന് ഗൂഢലക്ഷ്യമെന്ന് ആവർത്തിച്ച് അൻവർ. UDF ആർക്കു മുന്നിലും വാതിൽ കൊട്ടിയടച്ചിട്ടില്ലെന്ന് K മുരളീധരൻ. അൻവർ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് അടൂർ പ്രകാശ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിലമ്പൂരിൽ. റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണമൊരുക്കി പ്രവർത്തകർ. സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയ്ക്കിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്ന് വെളിപ്പെടുത്തി സംയുക്ത സേനാ മേധാവി. പിന്നാലെ യുദ്ധതന്ത്രം മാറ്റി. വെടിവെച്ചിട്ടു എന്നല്ല, എന്തിന് വെടിവെച്ചിട്ടു എന്നതാണ് പ്രധാനം. 6 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാക് വാദം തെറ്റെന്നും സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ. മാനേജറെ മർദ്ദിച്ചെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടൻ ഉണ്ണി മുകുന്ദൻ. വിപിനെ മർദ്ദിച്ചിട്ടില്ല. വിപിന്റെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞുവെന്നത് സത്യം. വിപിൻ തന്നെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തി. 1-ലേറെ നടിമാർ വിപിനെതിരെ ഫെഫ്കയിൽ പരാതി നൽകിയിട്ടുണ്ട്. ടൊവിനോ നല്ല സുഹൃത്തെന്നും ഉണ്ണി മുകുന്ദൻ. കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളിൽ 4 പേരെ വിഴിഞ്ഞത്ത് എത്തിച്ചു. കാണാതായ 2ാമത്തെ വള്ളവും കണ്ടെത്തി. വള്ളത്തിലുള്ള 4 പേരും സുരക്ഷിതർ. ഇവരെയും ഉടൻ തീരത്തെത്തിക്കും. വിഴിഞ്ഞത്ത് ബോട്ട് മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 5 മരണം. കണ്ണൂർ പാട്യത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 70-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ ഹരിപ്പാട് മീൻ പിടിക്കാൻ പോയ യുവാവ് വള്ളം മറിഞ്ഞ് മരിച്ചു. കായംകുളത്ത് വെള്ളക്കെട്ടിൽ വീണ് 65-കാരൻ മരിച്ചു. എറണാകുളം കുമ്പളത്ത് വള്ളം മറിഞ്ഞ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം SAP ക്യാമ്പിൽ മരം വീണ് പോലീസുകാർക്ക് പരിക്ക്. പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നു. വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. തൃശൂരിലെ DYFI പ്രവർത്തകൻ കുമ്പളങ്ങാട് ബിജു കൊലക്കേസിൽ RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം. 8 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി. ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് 2010. മലയാളി സംഘടനയുടെ പരിപാടിയിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാക് മുൻ ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുത്തത് വിവാദത്തിൽ. കൊച്ചി സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്ത ഷാഹിദ് അഫ്രീദിയും ഉമർ ഖുല്ലും. പരിപാടി നടന്നത് ഈ മാസം 25-ന് ദുബായിൽ. താരങ്ങൾ എത്തിയത് ക്ഷണിക്കാതെയെന്ന് സംഘാടകരായ CUBA. പരിപാടിയെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി.